ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മെൻഡേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു ക്ലാറ്റിന്റെ സീരീസ് ആരംഭിക്കുക. നമ്മുടെ കൂടെ കേരള എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത എല്ലാ കുട്ടികൾക്കും നമ്മുടെ അനൗൺസ്മെന്റ് മേക്ക് ചെയ്തിരുന്നു. ക്ലാറ്റിന്റെ കോച്ചിങ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. ക്ലാറ്റിന്റെ എക്സാമും ഡിസംബറിലാണ് വരുന്നത്. ക്ലാറ്റ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യും, ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ല. അതായത് നിങ്ങളൊക്കെ ഇപ്പം ക്ലീ എക്സാം എഴുതിയിട്ട് നിങ്ങളുടെ അലോട്ട്മെന്റ് ഗവൺമെന്റ് കോളേജസിലും മറ്റ് പ്രൈവറ്റ് ക്യാമ്പസിലേക്കുമുള്ള അലോട്ട്മെന്റ് കാത്തിരിക്കുകയാണ് നിങ്ങൾ. പക്ഷേ ഈ ക്യാമ്പസുകളല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അത് NLUs ആണ്. ഈ NLUസിലേക്കുള്ള അഡ്മിഷൻസ് കംപ്ലീറ്റ്ലി നടക്കുന്നത് ഈ പറയുന്ന ക്ലാറ്റ് എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻസ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് നിങ്ങൾ അത്രയും പുഷ് ചെയ്യുന്നത്, ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയുന്നത്. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എയിംസിൽ പഠിക്കണമെന്നാണ്. ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആഗ്രഹം അവൻ IITയിൽ പഠിക്കണമെന്നാണ്. അപ്പൊ നമ്മൾ ലോ ആസ്പിറന്റ് ആഗ്രഹിക്കേണ്ടത് നമ്മൾ NLUവിൽ പഠിക്കണമെന്നാണ് ആഗ്രഹിക്കേണ്ടത്. എന്നാൽ നമ്മൾ പലർക്കും അറിവില്ലായ്മയാണ്. നമ്മൾ എവിടെ പഠിക്കണം, ഏതാണ് ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പലരും ക്ലാറ്റിന് പ്രിപ്പയർ ചെയ്യാത്തത്. ക്ലാറ്റ് എക്സാം ഉണ്ടെന്ന് അറിയുന്നവർ വളരെ കുറവാണ്. എന്നാൽ ക്ലാറ്റ് ഉണ്ടെന്ന് അറിയുന്നത് ഈ NLUവിൽ പഠിച്ചാൽ എന്താ ബെനിഫിറ്റ് എന്ന് അറിയുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പൊ ഇതിനുശേഷമുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഫീ സ്ട്രക്ചേഴ്സ്, അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം ഈസി ആയിട്ട് എന്നുള്ള കാര്യങ്ങൾ, കുറെ പേര് ഫീ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെയാണ് കുറെ പേര് പറയുന്നത്. അല്ല, ഇത് വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാവരും, അല്ലാണ്ട് മറ്റേ പണക്കാർക്ക് മാത്രം പഠിക്കാനുള്ള സ്ഥലമല്ല. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് അവിടേക്കുള്ള ഫിനാൻഷ്യൽ എയ്ഡും കാര്യങ്ങളും ഉണ്ട്. കാരണം ഇന്ത്യയിലെ പ്രീമിയം ഒരു IITയിൽ ഒരാൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവനെ എങ്ങനെ അവിടെ എത്തിക്കും അതിനുള്ള സെറ്റപ്പുകൾ ഈ നാട്ടിലുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ പിന്നെ കിടക്കുന്നേ ഉള്ളൂ. NLUs എന്താണ്, ഇന്ത്യയിൽ എത്ര NLUs ഉണ്ട്, ആ ക്യാമ്പസുകൾ എന്താണ്, ആ ക്യാമ്പസിലെ പ്ലേസ്മെന്റ്സ് എങ്ങനെയാണ് നടക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് ഈ പറയുന്ന സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ക്യാമ്പസിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് NLUവിൽ ഞങ്ങൾ ഇത്രയും പുഷ് ചെയ്യുന്നത്. നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ട് ഫ്രീ കോച്ചിങ് അല്ലേ, ഫ്രീ ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും, എന്നിട്ട് പരീക്ഷ ചെയ്ത് നോക്കൂ. കിട്ടിയില്ലെങ്കിൽ പോട്ടെ, കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലോയില കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഒരു NLUവിൽ പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലോട്ട് പോകാം. നമ്മൾ ഇന്ത്യയിലെ ഡിഫറെന്റ് ആയിട്ടുള്ള NLUസിനെ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ വരുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ NLU. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ NLU ആണ് ബാംഗ്ലൂർ NLU എന്നുള്ളത്. ഓക്കെ, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി, NLSIU ബാംഗ്ലൂർ, ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരാണ് നമ്മുടെ ആദ്യത്തെ NLU എസ്റ്റാബ്ലിഷ് ആവുന്നത്. നമ്മുടെ കേരളത്തിലെ കോളേജസ്, ഇപ്പം ഗവൺമെന്റ് കോളേജ് എറണാകുളം പോലെ അത്രയും വലിയ ഹെറിറ്റേജ് ഒന്നും ഇവർക്ക് പറയാനില്ല, ഒരുപാട് കാലം മുന്നേ ഉണ്ടായതൊന്നുമല്ല. പക്ഷേ ഇതൊരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ആദ്യത്തെ NLUവിനെ പറ്റി തന്നെ നോക്കാം. ഹാർവാർഡ് ഓഫ് ദ ഈസ്റ്റ്, ലോകത്തിലെ ഏറ്റവും മികച്ച ലോ ക്യാമ്പസിനെയാണ് നമ്മൾ ഹാർവാർഡ് ക്യാമ്പസ് ആണ്. അപ്പം ഹാർവാർഡ് ഓഫ് ദ ഈസ്റ്റ് എന്നുള്ള പേരിലാണ് NLSU അറിയപ്പെടുന്നതെന്ന് പറയുന്നത്. 1988 1988 നമ്മൾ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിർഫ് റാങ്കിങ്. ഓക്കെ, നിർഫ് റാങ്കിങ് ഇന്ത്യയിലെ ക്യാമ്പസുകളെ റാങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റാങ്കിങ് സിസ്റ്റമാണ് നിർഫ് റാങ്കിങ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ക്യാമ്പസുകളുടെ ലിസ്റ്റിന്റെ 100-ൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൂടി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. അപ്പം അതൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞ NLU ഇത്ര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം റാങ്കിലാണ് നിർഫ് റാങ്കിങ്ങിൽ NLSU നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കോളേജിലേക്ക് വന്നാൽ BA LLB ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ 310 സീറ്റ്സ് ഉണ്ട്. പക്ഷെ അതിൽ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഭൂരിഭാഗം കുറച്ച് സീറ്റുകൾ ഈ കർണാടക സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. ഇതിൽ 135 സീറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യയിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്ത് എല്ലാവർക്കും അലോട്ട്മെന്റിൽ കിട്ടുക. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 135 സീറ്റ്സ് ആണ്. ഇതിന് സൂപ്പർ അന്യൂറി ആയിട്ട് മറ്റ് സീറ്റ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ മാത്രം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവിടെ 3 year LLB ഉണ്ട്. അത് പക്ഷേ ക്ലാറ്റിന്റെ അടിയിലല്ല എൻട്രൻസ് എക്സാം നടക്കുന്നത്, ജസ്റ്റ് ഒന്ന് കൊടുത്തു പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോകുമ്പോൾ, അതായത് 135 സീറ്റ്സ് എല്ലാവർക്കും വേണ്ടിയിട്ടും ടോട്ടലായിട്ട് 310 സീറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കി. ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നിർഫ് പറയുന്നത് ബാംഗ്ലൂർ NLSUവിനാണ്. ഇത് നോക്കിപ്പോയിട്ടുണ്ട്. ഇനി പ്ലേസ്മെന്റിലേക്ക് വരാം. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം.
ഇത് ഞാനൊരു ആവറേജ് ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ബാംഗ്ലൂർ SAU-ൽ നിന്ന് ഇറങ്ങുന്നവർക്ക് എന്നോടൊന്നും തോന്നരുത്. അത് 14 ഞാനിത് ആവറേജ് ആണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, 14 to 18 ആണ് അവിടെ ആവറേജ് ആയിട്ട് അവർക്ക് പാക്കേജസ് പഠിച്ച് ഇറങ്ങുമ്പോൾ കൊടുക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ബാംഗ്ലൂരിലെ സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇതല്ല, ഇതിന് മുകളിലോട്ടാണ് പലരുടെയും പ്ലേസ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ വളരെ താഴെ വന്ന ആളുകളുമുണ്ട്. ഈ പറഞ്ഞ 14 താഴെ പ്ലേസ് ആയിട്ടുള്ള ആളുകളുണ്ട്, 10ഉം 11ഉം വരെ വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ്, അപ്പൊ നമുക്കൊരു ആവറേജ് ഇട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ സ്വപ്ന നമ്പർ ഒന്നും തന്ന് നമ്മൾക്ക് പുതുപ്പിക്കാൻ പറ്റില്ല. എന്നാലും 14 to 18 lakhs per annum എന്ന് പറയുന്നത് എനിക്കൊക്കെ ഒരു സ്വപ്നം തന്നെയാണ്. ഓക്കെ, ഞാനൊരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഇങ്ങനൊരു ജോലി, ഒരു ഓഫർ, ഇങ്ങനെ സാധ്യത പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, 14 to 18 lakhs per annum ആണ് ഇവിടെ പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. ഇവിടെ വരുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ നോക്കുക. ഓക്കെ, അത് സാം, ഓക്കെ, ക്യാമ്പ്, ട്രൈലീഗൽ, കൈതൻ ആൻഡ് കോ, എല്ലാൻഡൽ എന്നാണ് അറിയപ്പെടുന്നത്, ലുത്ര ആൻഡ് ലുത്ര. അതുപോലെ തന്നെ ഇന്ത്യയിലെ നവരത്ന കമ്പനികളെല്ലാം തന്നെ ഇവിടേക്ക് നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. നമ്മുടെ കോളേജുകളിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് ഒന്നാമത് ഇന്ത്യയിലെ നമ്പർ 1 ക്യാമ്പസ് ആണ്. പിന്നെ NLUസിലേക്കാണ് ഈ പറയുന്ന എല്ലാ കമ്പനികളും പ്ലേസ്മെന്റ്സിന് വേണ്ടിയിട്ട്, ലോ ഫോംസ് ആയാലും മറ്റ് കമ്പനീസ് ആയാലും പ്ലേസ്മെന്റിലേക്ക് വരുന്നത്, പ്ലേസ്മെന്റ് ചെയ്യാൻ ആളുകളെ എടുക്കാൻ വരുന്നത് NLUയിലോട്ട് മാത്രമാണ് എന്നുള്ളതാണ് ഫാക്ട് എന്ന് പറഞ്ഞത്. വളരെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ളത് മറ്റ് കോളേജസിലേക്ക് മാത്രമേ, ഇപ്പൊ മുംബൈയിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ എണ്ണം കുറവാണ്. കേരളത്തിലേക്കൊന്നും ഇല്ല, കേരളത്തിൽ ഒരു കോളേജസിൽ പോലും ഇല്ല. അത് നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഓക്കെ, അതാണ് നിലവിലെ സെനാരിയോ എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് പ്ലേസ്മെന്റ്. ഈ ഒരു എമൗണ്ട് സാലറി നമുക്ക്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഇൻകം നമ്മൾ ലിറ്റിഗേഷൻ വഴി, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ കോളേജിൽ നിന്ന് പാസ് ഔട്ടായി നമ്മൾ റെഗുലർ ഫോർമാറ്റിൽ നമ്മൾ ഏൺ ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് അസ് ഡെക്കേഡ്സ്. ഒരു 10 വർഷം മിനിമം ആയിട്ട് നമുക്ക് സമയം കൊടുക്കേണ്ടി വരും. ചിലർക്ക് 20ഉം 30ഉം കൊല്ലം ചിലപ്പോൾ വേണ്ടി വരും. അത്തരത്തിലുള്ള സമയം നമുക്ക് ചെലവഴിക്കേണ്ടി വരും. അതാണ് ഒരാൾ പാസ് ഔട്ട് ആകുമ്പോൾ, മര്യാദയ്ക്ക് ഈ കോളേജിൽ നിന്ന് പഠിച്ച് പാസ് ഔട്ട് ആകുമ്പോൾ അവന് കിട്ടുന്ന ഇൻകം, ഫസ്റ്റ് മന്ത് മുതൽ അവൻ ഏൺ ചെയ്യാൻ പോകുന്ന ഇൻകമാണ് നമുക്ക് 10ഉം 20ഉം വർഷം വേണ്ടി വരുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഒന്ന് ട്രൈ എങ്കിലും ചെയ്തുകൂടെ നമുക്ക്? ഓക്കെ, ഇതിന്റെ ലിസ്റ്റിൽ ഒരു കോളേജ് മാത്രമാണ്. ഓക്കെ, ടോട്ടലായിട്ട് 3000 മുകളിൽ സീറ്റ്സ് ഉണ്ട്. ഇതിനൊരു ട്രൈ പോലും ചെയ്യാനുള്ള നിങ്ങൾ മനസ്സ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അതിന് കോച്ചിങ് മെന്റേഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് തരുന്നത്. ക്ലീക്ക് ഞങ്ങൾ ഫീ വാങ്ങുന്നുണ്ട്. എന്നാൽ ഇതിൽ ഇത്ര ആസ്പയർ ആയിട്ട് വരുന്ന സ്റ്റുഡൻസിന് ക്ലാറ്റ്, നിങ്ങൾ കാരണം കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ മടി പിടിച്ച് അവിടെ ഇരിക്കുക, നിങ്ങളത് ക്ലാറ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ഫ്രീ ആയിട്ടാണ് തരുന്നത്. എന്നിട്ട് പോലും അതിന് ട്രൈ ചെയ്യാൻ, എക്സാമിന് അപ്ലൈ ചെയ്യാൻ, ഒന്ന് പഠിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് മിസ്സായി കഴിയുമ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. റിഗ്രറ്റിനെക്കാളും ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്തിരുന്നു, എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ പഠിച്ചത് എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ഞാൻ ഈ പറയുന്ന ഫേംസിനെ പരിചയപ്പെടുത്തലോ അങ്ങനൊന്നും ഉണ്ടാവില്ല. കാരണം ഏറെക്കുറെ എല്ലായിടത്തും സിമിലർ ഫേംസ് ആണ് വരുന്നത്. കാരണം ACB പാർട്ട്നേഴ്സും അതുപോലെ സാമും ക്യാമും ട്രൈലീഗലും കൈത്താനും ഒക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്ലേസ്മെന്റിന് എടുക്കുന്നത്. ഏറ്റവും ഇന്ത്യയുടെ പ്രീമിയം ആയിട്ടുള്ള ലോ ഫേംസ് ആണ്. അതുപോലെ മറ്റേ നവരത്ന കമ്പനീസ്, ഇന്ത്യയിൽ നിഫ്റ്റിയിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള നവരത്ന കമ്പനീസും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ BPCL, അതുപോലെ NTPC, അത്യാവശ്യ സ്ഥാപനങ്ങളെല്ലാം ഇവിടുന്ന്, NTPC ഇവിടെ വരുന്നില്ല, മറ്റു സ്ഥാപനങ്ങളെല്ലാം ഇതിന്റെ അടിയിൽ നിന്ന് തന്നെയാണ് ഇവിടുന്ന് പ്ലേസ്മെന്റ്, NLUവിന്റെ അടിയിൽ നിന്നാണ് പ്ലേസ്മെന്റ് എല്ലാം നടത്തിപ്പോകുന്നത്. ഇപ്പൊ മുന്നോട്ട് പോകാം. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന കോളേജ് എന്ന് പറയുന്നത് നൽസാർ ആണ്. ഈ പറഞ്ഞ ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത NLU ആണ് നൽസാർ. ഹൈദരാബാദിലാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഹൈദരാബാദിലാണ് രണ്ടാമത്തെ NLU ഉള്ളത് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ NLU, നമ്മുടെ നൽസാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തേർഡ്, ഓക്കെ, നിർഫ് റാങ്കിങ്ങിൽ തേർഡ് പൊസിഷൻ. 23, ഇതിപ്പോ 23 അടുത്ത് 23-ൽ 24 ഉണ്ട്. 23, 24 എല്ലാം അടുപ്പിച്ചുള്ള കൊല്ലങ്ങളിൽ കുറെ കാലമായിട്ട് ബാംഗ്ലൂരും ഈ പറഞ്ഞ ഹൈദരാബാദും ഒക്കെ തന്നെയാണ് ആദ്യത്തെ 3-ൽ നിലനിന്ന് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പൊ രണ്ടില്ലല്ലോ ഇവിടെ എന്ന് പറയാം. അപ്പൊ അതൊരു NLU അല്ലല്ലോ എന്ന്. NLU തന്നെയാണ്, NLU ഡൽഹിയാണ്. അത് നമ്മൾ ലിസ്റ്റിൽ കൊടുക്കാത്തത്. ക്ലാറ്റിന്റെ അടിയിലല്ല അവരുടെ അഡ്മിഷൻ നടക്കുന്നത് എയിലെറ്റിന്റെ അടിയിലാണ്. അത് മറ്റൊരു എൻട്രൻസ് എക്സാം നടത്തുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ സെക്കൻഡ് പ്ലേസും NLU തന്നെയാണ്. തേർഡ് പ്ലേസ് വന്നിരിക്കുന്നത് ഹൈദരാബാദിലേക്കാണോ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ വൺ ഓഫ് ദ
ബെസ്റ്റ്, ഓക്കെ, ബെസ്റ്റ് കോളേജസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ല ബാംഗ്ലൂർ നിർഫിൽ 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഈ നിർഫ് എന്ന് പറയുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതൊരു എന്താണ് ഗവൺമെന്റിന്റെ ഒരു കുറച്ച് മാനദണ്ഡങ്ങൾ, കുറച്ച് മാൻഡേറ്റ്സ് പാലിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിർഫ് റാങ്കിങ്. അപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം വലിയ 6th 5th പൊസിഷനിലും മറ്റ് ഈ പറയുന്ന NLU എല്ലാമുള്ള ക്യാമ്പസുകൾ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഈ പറയുന്ന ലെവൽ പ്ലേസ്മെന്റ്സ് ഇല്ല. അത് പ്ലേസ്മെന്റിന്റെ അടിസ്ഥാനത്തിലല്ല നിർഫ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒന്നും അത്ര വലിയ ഇപ്പൊ ഈ ജാമ്യ മില്ലിയൊക്കെ വരുന്നുണ്ട്, അത് ഞാൻ കുറച്ച് പറയാം. അപ്പൊ അവിടെ ഈ ഒരു വലിയ തരത്തിലുള്ള പ്ലേസ്മെന്റുകൾ സംഭവിക്കുന്നില്ല, അതാണ് സത്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു കോളേജ് റാങ്കിങ് മെക്കാനിസം ആണ് നിർഫ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹി, ഓക്കെ, അതല്ല വെസ്റ്റ് ബംഗാളിലെ ഒരു കോളേജ് ഉണ്ട്, അതൊന്നും പറയട്ടെ. എന്നാലും ഈ ഒരു 3 ക്യാമ്പസുകളാണ് ഇതിൽ ഏതാണ് നമ്പർ 1 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും ഇതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ഈ കോളേജാണോ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഡൽഹി 3 ക്യാമ്പസും ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പൊ ഇതിലെ പ്ലേസ്മെന്റ് ഇപ്പൊ ഇവിടെ പ്രത്യേകം കൊടുക്കാത്ത ബാംഗ്ലൂരിന്റെ അതേ ലെവൽ ഓഫ് പ്ലേസ്മെന്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. 14 to 18 എന്നുള്ള ഒരു സ്കെയിലാണ്. പക്ഷെ ഹൈദരാബാദിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോറിൻ പ്ലേസ്മെന്റ് കൂടുതലായിട്ട് ഇവിടെ ഹൈദരാബാദിൽ നടന്നിട്ടുണ്ട് ബാംഗ്ലൂരിനെക്കാളും. ഓക്കെ, അതുപോലെ തന്നെ പിന്നെയും പല ആൾക്കാരുടെ ചിലൊരു ഒഫീഷ്യൽ റിപ്പോർട്ടില്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന നമുക്ക് ആളുകൾ പറയുന്നതും കോളേജിലെ സംസാരിക്കുന്നതും വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് ഡൽഹിയിൽ കഴിഞ്ഞ കൊല്ലം ബാംഗ്ലൂരിനെക്കാളെയും ഹൈ ലെവലിൽ കൂടുതൽ നല്ല പ്ലേസ്മെന്റ്സ് നടന്നതായിട്ടും പറയപ്പെടുന്നത്. പക്ഷെ ഇതെല്ലാം 3 ടോപ്പ് കോളേജസ് തന്നെയാണ്. ഒരു ദിവസം ഒരു കൊല്ലം ഒരിടത്ത് വേറൊരിടത്ത് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും മനസ്സിലാക്കുക, ഹൈദരാബാദ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. അവിടെയും BA LLB തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 132 സീറ്റ്സ് ആണ് നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് അവൈലബിൾ ആയി കിട്ടുക. എല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പം അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ബാംഗ്ലൂർ പോലെ തന്നെ ഡൽഹി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈദരാബാദി ബിരിയാണിയൊക്കെ തിന്ന് ക്യാമ്പസിൽ പഠിക്കാൻ സാധിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് ഹൈദരാബാദിന്റെ സെറ്റപ്പ് ബാംഗ്ലൂർ തന്നെയാണ് അല്ലെങ്കിൽ ഡൽഹി തന്നെയാണ്, അങ്ങനല്ല. നൻസാറും ഇവര് അതുപോലെ വെസ്റ്റ് ബംഗാൾ ഒരു ക്യാമ്പസ് നമ്മൾ അടുത്ത് പരിചയപ്പെടും. ഇവയെല്ലാം ഒരേ രീതിയിൽ മത്സരിക്കുന്ന ക്യാമ്പസുകളാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് NLIU ആണ്. നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി, ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിൽക്കുന്ന NLIUവിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ NLIUവിന്റെ ഒരു നിർഫിന്റെ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ഇച്ചിരി താഴെയാണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് 18th പൊസിഷനിലാണ് ഈ പറയുന്ന ഈ NLIU ഭോപ്പാലിൽ നിൽക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിർഫ് റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലാണോ ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ പ്ലേസ്മെന്റ് നടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അല്ല എന്നുള്ളതാണ് സത്യം. ഇതിന് മുകളിൽ എത്ര ക്യാമ്പസുകൾ ഉണ്ടെന്ന് അറിയും? 18. ഇതിന് മുകളിൽ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഒരുപാട് വേറെ ക്യാമ്പസുകളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ പ്ലേസ്മെന്റ് വന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 12 മുതൽ 15 ലക്ഷം രൂപ പെർ ആനം. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ മറ്റ് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി തപ്പിക്കോളൂ, അല്ലെങ്കിൽ അവരുടെ ഡയറക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻക്വയറി നോക്കിക്കോളൂ. ഓക്കെ, അവിടെ പറയുന്നത് ഇതിനേക്കാളും കൂടിയതാണ് പറയുന്നത്. ഓക്കെ, 18-17 പറയും. പക്ഷേ ഇറ്റ്സ് 12 to 15 ആണ് നമുക്ക് ആവറേജ് എടുക്കുമ്പോൾ അവർ ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് നിങ്ങളോട് പറയാം. അങ്ങനല്ല, ഈ പറഞ്ഞ 12 മുതൽ 15 ലക്ഷം പെർ ആനം എന്നുള്ള രീതിയിലാണ് അവിടെ പ്ലേസ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പുഷ് ചെയ്യുന്നത്. ഓക്കെ, നാഷണൽ ലോ യൂണിവേഴ്സിറ്റി അവിടെയാണ് പ്ലേസ്മെന്റ്സ്, അവിടെയാണ് ഈ പറയുന്ന കമ്പനീസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഗൽ ഫോംസ് എല്ലാവരും പ്ലേസ്മെന്റിലേക്ക് എത്തിച്ചേരുന്നത് ഈ പറയുന്ന NLUസിലോട്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പോരാ. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 കോഴ്സുകളാണ് വരിക. BA LLB, BSc LLB ആണ് വരിക. BSc LLB കുറച്ച് റീസെന്റ് ആയിട്ട് വന്ന ഒരു കോഴ്സാണ്, പക്ഷെ വളരെ നല്ല കോഴ്സാണ്. ഓക്കെ, 134 സീറ്റ്സ് ആൻഡ് 68 സീറ്റ്സ് എന്നുള്ള രീതിയിലാണ് അതിനകത്ത് സീറ്റ്സ് വന്നു പോകുന്നെന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി സൈബർ ലോ ആണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അത് BSc LLB ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഭോപ്പാലും വളരെ നല്ല ഒരു ക്യാമ്പസ് തന്നെയാണ്. ചിലർ പറയും ഭോപ്പാൽ അത്ര വലിയ സ്ഥലമൊന്നും അല്ല, അത്ര വലിയ ക്യാമ്പസ് ഒന്നുമില്ല, അത് ഭോപ്പാൽ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്ത നിങ്ങൾ നോക്കുക, ഞാൻ നേരത്തെ തന്നെ വെസ്റ്റ് ബംഗാളിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജുറിഡിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ WBNUJS എന്നുള്ള രീതിയിലാണ് ഇവർ ഷോർട്ടായിട്ട് അറിയപ്പെടുക. ദ വെസ്റ്റ് ബംഗാൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ജുറിഡിക്കൽ സയൻസ്, കൊൽക്കത്ത എന്തായാലും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സിറ്റി ഓഫ് പാലസസ് എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടുന്നതാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പൊ കൊൽക്കത്ത ഞാൻ നേരത്തെ പറഞ്ഞു,
ഓക്കെ, ഇപ്പം ഇപ്പം ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ ഭോപ്പാൽ നോക്കിയതിന്റെ നമുക്ക് അത്ര പ്രീമിയത്തിലേക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ ഹൈദരാബാദ്, വെസ്റ്റ് ബംഗാൾ, ബാംഗ്ലൂർ, ഡൽഹി, ഇത് ഇത്രയും ടോപ്പ് നോച്ച് ക്യാമ്പസസ് ആണ്. ഇതൊക്കെ ടോപ്പ് നോച്ച് യൂണിവേഴ്സിറ്റീസ് ആണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇതിൽ ഏതൊരു പ്ലേസ് ആയി കഴിഞ്ഞാലും ഏറെക്കുറെ സെയിം ആണ്. ഇതിൽ ഏതാ ബെസ്റ്റ് എന്നൊന്നും അങ്ങനെ എടുത്ത് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ പറയാൻ ഞാനും ഒരാളല്ല, അത് ആരെ കൊണ്ടും അങ്ങനെ സാധിക്കത്തുമില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ക്യാമ്പസിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 132 സീറ്റിൽ 91 ഓൾ ഇന്ത്യ സീറ്റ്സ് ആയിട്ട് വരുന്നത്. അത് അവിടേക്ക് മാത്രമാണ് ഓൾ ഇന്ത്യ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി സീറ്റ്സിലേക്ക് വെസ്റ്റ് ബംഗാളിലെ സ്റ്റുഡൻസിനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് ശരിക്കും ക്യാമ്പസിനെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ്. അല്ല, BSc LLB ക്രിമിനോളജി ആൻഡ് ഫോറൻസിക്കിൽ 46 സീറ്റ്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലായി. ടോട്ടലി 67 സീറ്റ്സ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. എന്നാലും ക്യാമ്പസിൽ അത്രത്തോളം വേക്കൻസികളുണ്ട്, നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന ക്യാമ്പസുകളാണ്. അതിന്റെ നിർഫ് റാങ്കിലെ 4th പൊസിഷനാണ് ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ ക്യാമ്പസിന് വരുന്നതെന്ന് പറയുന്നത്. അടുപ്പിച്ചുള്ള കൊല്ലങ്ങൾ 2023, 2025 മുന്നേ ഉള്ള സമയങ്ങളും എല്ലാം അടുപ്പിച്ച് ഞാൻ പറഞ്ഞ ഈ ക്യാമ്പസുകൾ തന്നെയാണ് ടോപ്പ് 5 എപ്പോഴും നിലനിന്ന് പോകുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ മറ്റ് ജേർണൽസും കാര്യങ്ങളൊക്കെ ഇവരെ ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ പറയുന്നത്. ഇവിടെ ആനുവൽ ഇത് കൊടുത്തിട്ടില്ല. LPA കൊടുക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ബാംഗ്ലൂരിൽ കണ്ട പോലെ തന്നെ ഒരു 18 lakhs വരെ പോകുന്ന രീതിയിൽ ഇവിടെ പ്ലേസ്മെന്റ് ഉണ്ട്. ഒരു 14 to 18 lakhs എന്നുള്ളത് നമുക്ക് ഇവിടെ എന്തായാലും ബാറ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ പിന്നെ ചിലർ പറയും, ഓക്കെ പക്ഷേ ഈ NLU എന്ന് പഠിച്ചിറങ്ങി കഴിയുന്ന എല്ലാവർക്കും ഒന്നും പ്ലേസ്മെന്റ് ഇല്ലല്ലോ സാർ. എല്ലാവർക്കും അല്ല, മോസ്റ്റ് ഓഫ് ദം പ്ലേസ്ഡ് ആകുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന നമ്മുടെ വേറൊരു ക്യാമ്പസിൽ പഠിച്ചു എന്ന് വിചാരിച്ചിട്ടേ 5 പേർക്ക് പ്ലേസ്മെന്റ്, ഒരാൾക്ക് പ്ലേസ്മെന്റ് ആയിരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ പറയുന്ന ഈ 132 സ്റ്റുഡൻസ് നമ്മൾ പറയുന്നില്ല, ഈ 132 സ്റ്റുഡൻറ്റ് പോട്ടെ, കൊച്ചിയിലെ ന്യൂവാൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൊച്ചിയുടെ ന്യൂവാൽസ് ഒക്കെ ഈ ലിസ്റ്റ് ഏറ്റവും താഴേക്ക് വരുന്ന NLUസിലെ ഏറ്റവും താഴെ വരുന്ന ലിസ്റ്റിൽ പെട്ടതാണ് ന്യൂവാൽസ് ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞത്. ആ ന്യൂവാൽസ് ക്യാമ്പസ് മലയാളികളാണല്ലോ, ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കുക, അല്ലെങ്കിൽ അവരുടെ ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്, ചുമ്മാ നോക്കുക. ഓക്കെ, 120 സ്റ്റുഡൻസ് പഠിക്കുന്നതിൻ്റെ അകത്ത് ഏകദേശം 50 സ്റ്റുഡൻസ് നേരെ പ്ലേസ് ആകുകയും അതുപോലെ 40 സ്റ്റുഡൻസ് പിന്നെ നേരെ അവിടുത്തെ ഹയർ സ്റ്റഡീസിലേക്ക് PGയിലേക്ക് കയറുകയും പിന്നെ ഒരു 30 ആണ് പ്ലേസ്ഡ് ആകുക. അതിൽ പലരും പ്ലേസ്ഡ് ആകാത്തല്ല, പലരും പ്ലേസ്മെന്റ് നോക്കിയിട്ടില്ല, പലരും നല്ല വലിയ ആളുകളുടെ മക്കളാണ്. അവർ സ്വാഭാവികമായിട്ടും അവരുടെ പാത പിന്തുടരാൻ പോയ ആൾക്കാർ. വളരെ കുറച്ച് പേർക്ക് ബാക്ക് പേപ്പേഴ്സ് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ, അതിൻ്റെ ഡ്രോപ്പ് ഔട്ടിങ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്ലേസ്മെന്റ് ഇല്ലാണ്ട് പോയ ആളുകളാണ് അവിടെ പോലുള്ളത്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ ഒക്കെ ആലോചിച്ച് നോക്കുക. ഓക്കെ, ആരെങ്കിലും ഒക്കെ കുത്തിക്കൊണ്ട് പോകും എന്നുള്ളതാണ് സംഭവം. പിന്നെ കുറെ ആൾക്കാർ ശരിക്കും ഇങ്ങനെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പണിയെടുക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്ത്യയിലെ ടോപ്പ് ലീഗൽ ഫോംസിൽ ഡയറക്റ്റ് പോകാൻ ലിറ്റിഗേഷന് പോകാൻ താല്പര്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ ലിറ്റിഗേഷൻ ചെയ്യാൻ പറ്റില്ലേ? ഇവർ 2 or 3 years അല്ലെങ്കിൽ ചിലർ 1 year ചെയ്യുന്നുള്ളൂ, എന്നാലും 2 to 3 years നല്ലൊരു ഫേമിൽ ഇത്ര നല്ല സാലറി നമ്മൾ പ്ലേസ് ആകുന്നു, നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നു, അത് നമുക്ക് വളരെ നല്ലൊരു CV ബിൽഡ് ചെയ്യുന്നു. അവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ലിറ്റിഗേഷൻ ചെയ്തുകൂടെ? ഒരു സേവിങ്സ് ഉണ്ടാവും, ആ സേവിങ്സ് വെച്ചിട്ട് ഇപ്പോൾ ലിറ്റിഗേഷൻ ചെയ്യുന്ന ചെറിയ വരുമാനത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഇൻകം അല്ലെങ്കിൽ സേവിങ്സ് അവിടെ ഉണ്ടാവും, എന്നിട്ട് നമുക്ക് ലിറ്റിഗേഷനിലേക്ക് വരാം. ചിലപ്പോൾ നമ്മളവിടെ പച്ച പിടിക്കുമായിരിക്കും, അത്ര നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഡെവലപ്പായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ല, അവിടുന്ന് വീണ്ടും ശരിക്കും അങ്ങനെ പോയിട്ട് ലിറ്റിഗേഷൻ ഒക്കെ അങ്ങനെ റെഡിയായി വരുന്നില്ലെങ്കിൽ തിരിച്ച് തന്നു കഴിഞ്ഞാലും നമ്മൾ വളരെ വലിയൊരു സ്ഥലത്ത് പ്ലേസ്ഡ് ആയി അവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ബെറ്റർ ആയിട്ടുള്ള പ്ലേസ്, ഇവരുടെ അടുത്ത് വർക്ക് ചെയ്തിറങ്ങിയ ആൾ അടുത്ത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള അടുത്തായിരിക്കും പ്ലേസ് ആവുക. ആ രീതിയിലുള്ള പ്ലേസ്മെന്റും കിട്ടും. അപ്പൊ എല്ലാവരും പല ന്യായങ്ങളാണ് പറയുന്നത്. ഇവിടെ പഠിക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ഒരു ശതമാനം ചാൻസ് ഉണ്ടെങ്കിൽ 3% എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ഇങ്ങനെ കുത്തിച്ചുരണ്ടുകയാണ് ചെയ്ത്. നിങ്ങൾ IITയിൽ ഇതേ സിറ്റുവേഷൻ ഇല്ലേ? NITയിൽ ഇതേ സിറ്റുവേഷൻ ഇല്ലേ? ഓക്കെ, അപ്പൊ IIT കിട്ടുന്ന ആളില്ലല്ലോ, ഞാൻ ഇവിടുത്തെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേ പഠിക്കത്തുള്ളൂ എന്ന് തീരുമാനിക്കാറുണ്ടോ? അത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവിടെയും ഇതേപോലെ ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട്, അവിടെയും IITന്ന് പ്ലേസ്ഡ് ആകാത്ത ആളുകളുണ്ട്. മനസ്സിലായി? നമ്മളെന്തും പറഞ്ഞാൽ കണ്ടോ, അങ്ങനെ 2 പേരുണ്ട്. ഇനി ഇവിടുന്ന് സാധാ കോളേജിൽ നിന്ന് ഇവരെക്കാളും കൂടുതൽ രീതിയിൽ പെർഫോം ചെയ്യുന്ന ആളുകളുണ്ട്. ഇല്ല എന്നല്ല പറയാം. നമുക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ താഴേക്ക് വന്നിട്ട് താഴെ നിന്ന് വർക്ക് ചെയ്ത് നമുക്ക് ഇവരെക്കാളും ബെറ്റർ ആകാൻ പറ്റും, സംശയമില്ല. പക്ഷെ ഇതിന് ട്രൈ ചെയ്യാണ്ടിരിക്കാനുള്ള റീസൺ ആക്കി മാറ്റുന്നതാണ് ഇതിലെ തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ സാധാ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവരെക്കാളും ബെറ്റർ ആവില്ല എന്നല്ല, നമ്മൾ ഇവരെക്കാളും ബെറ്റർ ആവും. ഇവരുടെ 6 SEMനെക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതല്ല, നമ്മൾ ഇതിന് ട്രൈ ചെയ്യണം. ഇത് കിട്ടാണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വർക്ക് ചെയ്താൽ നമുക്ക് ഇവരെക്കാളും എളുപ്പം. ഇതിനൊന്നും ഞാൻ ശ്രമിക്കുകയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ തെറ്റ്. ശ്രമിക്കാതിരിക്കുന്നവരെ പിന്തിരിപ്പിക്കുന്നതും അതിനേക്കാളും വലിയ തെറ്റാണ്. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള സോഷ്യൽ ആയിട്ടുള്ള അത് ലോയിലാണ് അങ്ങനെ നടക്കുന്നത്. വേറെ ഒരു ഫീൽഡിലും അങ്ങനത്തെ ഒരു പ്രശ്നം നടക്കുന്നില്ല.
അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയുന്നത്. ഇത്തരത്തിലുള്ള മിഥ്യാധാരണകൾ മാറ്റുന്ന ഒരു സീരീസ് ആണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇങ്ങനെ ചെയ്തു തുടങ്ങുന്നത്. നമ്മൾ ഇനി ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ, വിവിധ ലോ എക്സ്പേർട്ടുകൾസിന്റെ ഇന്റർവ്യൂസ് വരെ വെച്ച് തരുന്നുണ്ട്. അവർ പറയുന്നതും കൂടെ കേൾക്കിയിട്ട് ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ക്ലാറ്റ് കോച്ചിങ് നിങ്ങൾ എന്താണ് അത് അറ്റൻഡ് ചെയ്ത് ക്ലാറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. മെന്റേഴ്സ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സർവീസാണ്. ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. ക്ലാസ്സസ് ആർ ഫ്രീ. ക്ലാറ്റിന്റെ ക്ലാസ്സസ് ഫ്രീ ആണ്. ഓക്കെ, കാരണം എല്ലാവരും അത് എഴുതണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഇപ്പൊ വെസ്റ്റ് ബംഗാൾ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് ക്യാമ്പസുകളാണ്. അടുത്തായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ജോധ്പൂർ, NLU ജോധ്പൂർ ആണ്, NLU ജോധ്പൂർ ആണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ അവിടത്തേക്കുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് 164 സീറ്റ് ആണ്. സൂപ്പറിനറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 164 സീറ്റ്സ് ആണ് ജോധ്പൂരിൽ ടോട്ടലായിട്ട് വരുന്നതെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നെർഫ് റാങ്കിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ 8th പൊസിഷനും അതിന് ചുറ്റിപ്പറ്റിയുള്ള പൊസിഷനിലായിട്ടാണ് എപ്പോഴും ജോധ്പൂർ വരാറുള്ളത്. രാജസ്ഥാനിലാണ് ജോധ്പൂർ ഉള്ളതെന്ന് പറയുന്നത്. അപ്പൊ രാജസ്ഥാനിൽ പോയിട്ട് നമുക്ക് പഠിക്കാം. എസ്റ്റാബ്ലിഷ്ഡ് ഇയർ എന്ന് പറയുന്നത് 2001 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ഈ 15 മേളിൽ എപ്പോഴും അതായത് മോർ ചാൻസസ് എപ്പോഴും ഈ പറഞ്ഞ ആദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഓഫ് ക്യാമ്പസ് അല്ല, ബാക്കി എല്ലായിടത്തും ഈ ഒരു റേഞ്ച് 12 to 15 ആണ് നമുക്കൊരു എക്സ്പെക്റ്റഡ് റേഞ്ച് എന്ന് പറയുന്നത്. 12 to 15 നമുക്ക് പ്ലേസ്മെന്റ് വരുന്ന പറയുന്നത്. അപ്പൊ 12 to 15 ഉള്ളോന്നൊന്നും പറയരുത്, അതൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, 12 to 15 എന്നൊക്കെ പറയാം. നമുക്ക് എവിടെ അത് കിട്ടത്തില്ല. ഓക്കെ, എവിടെയും അത് കിട്ടാനില്ല എന്നുള്ളത്. നമുക്കൊരു 3 lakhs per annum പോലും നമ്മളെ പ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതൊക്കെ വളരെ വലിയതാണ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്നതാണ് HNLU റായ്പൂർ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ഹിദായത്തുള്ളക്ക് വേണ്ടിയിട്ട് അതാണ് അദ്ദേഹത്തിന്റെ എമിനന്റ് ആയിട്ടുള്ള ഫിഗറിന് ആ ക്യാമ്പസിന്റെ പേര് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഹിദായത്തുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി റായ്പൂരിലാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. 180 സീറ്റ്സ് ഉണ്ടെങ്കിലും 85 സീറ്റ്സ് മാത്രമേ ഓൾ ഇന്ത്യ കൊടുക്കുന്നുള്ളൂ. അതവിടെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. സാധാരണ ആളുകളൊന്നും അത് പ്രൊവൈഡ് ചെയ്യാറില്ല. ഞാൻ എന്നാലും ഒരു ഫാക്ട് ചെക്ക് ചെയ്ത് തരുന്നതാണ്. ആക്ച്വലി 180 സീറ്റ്സ് ഇല്ല, അവിടെ 85 സീറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് പറയുന്നത്. 2003 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ ഒരുപാട് പേര് ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ജേർണൽസും കാര്യങ്ങളും എല്ലാം ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്ലുക്ക് ഇന്ത്യ ഇവരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിർഫിന്റെ റാങ്കിങ് ഇവിടെ കൊടുത്തിട്ടില്ല. ഐ ഡോണ്ട് നോ വൈ, അത് മിസ്സായി പോയിട്ടുണ്ട്. എന്തായാലും നിർഫിനെയും ഇവര് ടോപ്പ് 35 തന്നെ റേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ്. പിന്നെ നിർഫ് റാങ്കിങ് അങ്ങനെയല്ല, അത് നിങ്ങളൊന്ന് പിടിച്ചിരുത്താൻ വേണ്ടി ഞാൻ തുടക്കത്തിൽ ആഡ് ചെയ്തതാണ്. നിർഫ് റാങ്ക് ശരിക്കും അത്ര ഈ പ്ലേസ്മെന്റ് പ്രൊഫഷണൽ കോഴ്സിൽ നമ്മുടെ പ്ലേസ്മെന്റ് നമ്മുടെ ബാക്കി കാര്യത്തിനെ ഡീൽ ചെയ്യുന്നതിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിർഫ് റാങ്ക് ശരിക്കും ഡിഗ്രി ക്യാമ്പസുകൾക്കൊക്കെയാണ് നിർഫിന് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് വരിക. വി ആർ പ്രൊഫഷണൽ കോഴ്സസ്. നമുക്ക് അതിൽ നിന്ന് നമ്മളൊരു പ്ലേസ് പുറത്തിറങ്ങുക, നമുക്ക് നല്ല രീതിയിൽ പ്ലേസ് ആകുക, പറ്റിയ ക്യാമ്പസിൽ നിന്ന് തന്നെ പ്ലേസ് ആകുക എന്നുള്ള സംഭവം, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലിറ്റിഗേറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് തരിക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്തായാലും ഇവിടെയും 10 to 12 lakh per annum എന്നുള്ള രീതിയിൽ പ്ലേസ്മെന്റ് ഉണ്ട്. അന്ന് ഏറെക്കുറെ ഏറ്റവും കൂടുതൽ NLUസിന് വരുന്നത് ഈ പറഞ്ഞ 8 to 12 എന്നുള്ള റേഞ്ചിലാണ് ഇവരുടെ ഒരു ആവറേജ് പ്ലേസ്മെന്റ് വരിക. ഇപ്പം നമ്മൾ പറഞ്ഞ ടോപ്പ് ഫോംസ് വെച്ച് കഴിഞ്ഞാൽ, ടോപ്പ് NLUs വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും ആ ഒരു രീതിയിലാണ് അവരുടെ പ്ലേസ്മെന്റ് കാര്യങ്ങളും വന്നു പോകുന്നത്. ഫ്രണ്ടിലോട്ട് പോകാം. അതായത് അടുത്ത് വരുന്നത് നമ്മൾ GNL ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന യൂട്യൂബോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളോ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ശരിക്കും GNLUവിന്റെ അടിയിൽ ഇപ്പോൾ 2 ക്യാമ്പസുകളുണ്ട്. അപ്പോൾ 2 ക്യാമ്പസുകൾ രണ്ടായിട്ട് എടുത്ത് നിങ്ങൾ ഉറപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ച് ഞാൻ രണ്ടിനെ ഒരുമിച്ച് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, 2 ക്യാമ്പസുകളുണ്ട്. ഇനി നിങ്ങൾ കൺസോർഷ്യത്തിന്റെ വെബ്സൈറ്റിൽ എടുത്ത് നിങ്ങൾ പരീക്ഷ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ ഇത് രണ്ടായിട്ട് കാണിക്കുന്നുണ്ടാവും. GNLU 2 കാണിക്കുന്നുണ്ട്. ആക്ച്വലി GNLU 1 എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോരാ. അവിടെ നമുക്ക് ഇത്രയും കോഴ്സുകൾ, ഓക്കെ, ഇത് 2 ക്യാമ്പസുകളുണ്ട്. ഒന്ന് ഗാന്ധിനഗറിൽ ഇത്രയും കോഴ്സസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സിൽവാസ എന്ന് പറയുന്ന സ്ഥലത്ത് മറ്റൊരു ക്യാമ്പസ് ഉണ്ട്, അവിടെ BLLB ഓണേഴ്സ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെ ചുറ്റിപ്പറ്റി വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇത്രയും കോഴ്സുകൾ ശരിക്കും ഇല്ല. ടോട്ടലി 172 സീറ്റ്സ് ആണ്. അത് പ്രിഫറൻഷ്യൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ വേറെ കുറെ സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അത് ഇപ്പം BSW LLB ഇതിന് ഈ പറയുന്ന ഇവര് വെച്ചിരുന്ന മിനിമം നമ്പർ ഓഫ് ആളുകൾ ആ കോഴ്സിന് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ കോഴ്സ് നടത്തത്തില്ല. അങ്ങനെ കുറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിലവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് 172 സീറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും സിൽവാസയിലെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ 66 സീറ്റ്സുമാണ് നമുക്ക് ടോട്ടലായിട്ട് ലഭിക്കുക.
10 to 12 lakh പെർ ആനം എന്നുള്ളതാണ് ഇവിടുത്തെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപാട് ചില സോഴ്സുകളിൽ നോക്കുമ്പോൾ ഇതിൻ്റെയും ഒരുപാട് മുകളിലായിട്ട് ഇതിൻ്റെ പ്ലേസ്മെന്റ് കാണിക്കുന്നുണ്ട്. ബട്ട് എനിക്ക് ഇതാണ് ഒതന്റിക് ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ട് പറയാനുള്ളത്. 10 to 12, പക്ഷെ നമുക്കും അതിൻ്റെതായ ലിമിറ്റേഷനും ഉണ്ട്. ഇത്രയും മുകളിലല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അറിവെന്ന് പറയുന്നത്. അതിന് നിർഫലില് 7th പൊസിഷനിലേക്ക് വളരെ പെട്ടെന്ന് GNLUവിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് GNLUവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ചെറിയ ഷോർട്ട് ടൈം പീരീഡിലാണ് GNLU അത്ര നല്ല പൊസിഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഭയങ്കര പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ബട്ട് എനിക്കത് ഫാക്ട് ചെക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരാളെ പോലും എനിക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് RML NLU എന്നുള്ളതാണ്. RML NLU എന്ന് പറഞ്ഞു നോക്കുന്ന കൊടുക്കാൻ വളരെ നല്ല സാധ്യതയുണ്ട്. റാം മനോഹർ ലോഹിയ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, ലക്നോ എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ടോട്ടലായിട്ട് അവൈലബിൾ ആവുന്ന 169 സീറ്റ്സ് ആണ് നമുക്ക് ടോട്ടലായിട്ട് അവൈലബിൾ ആവുക. 169. ഇവിടെ GNLU എന്ന് എഴുതിയിട്ടുള്ളത് തെറ്റാണ്. RMLNLU ആണ് ക്യാമ്പസ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിർഫില് ഇവിടെ നമുക്ക് കാണുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കൊല്ലം നടന്ന 8 to 10 lakh, അവിടെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ 8 to 10 lakh എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്ലേസ്മെന്റ് കഴിഞ്ഞുള്ള നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് സോഴ്സുകൾ ഇതിനെക്കാളും മുകളിലോട്ട് പറയുന്നുണ്ട്. ബട്ട് ഐ ബിലീവ് 8 to 10 lakh ആണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നിർഫിന്റെ റാങ്കിങ് വരുമ്പോൾ ഇവർക്ക് 20th പൊസിഷനാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിർഫ് നമുക്ക് അത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിട്ട് പറയാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 20th പൊസിഷനാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കൊല്ലം പ്ലേസ്മെന്റിലേക്ക് വരുമ്പോൾ ആമസോണിന്റെ റിക്രൂട്ടിങ് മേജറായിട്ട് നടന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ആമസോൺ ഇന്ത്യയുടെ മേജർ റിക്രൂട്ട്മെന്റ് നടന്നിരിക്കുന്നത്, ലീഗൽ ഫോംസിലുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ പറഞ്ഞ RML NLUവിൽ നിന്നാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബാക്കിയൊക്കെ നേരത്തെ ACB പാർട്ട്നേഴ്സ്, ലക്ഷ്മികുമാർ ആൻഡ് ശ്രീധർ, ആദിത്യ ബിർലയും ആ ഒരു കോർപ്പറേറ്റും ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ ACB, L&L അങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ വന്ന് പോകുന്നുണ്ട്. പക്ഷെ ആമസോണിന്റെ മേജർ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ളത് ഇവിടെ നിന്നാണ് എന്നുള്ളതാണ് അടുത്തൊരു ഫാക്ട് എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അവിടെ വന്ന പാക്കേജിൽ കഴിഞ്ഞ കൊല്ലം ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. GNLUവിനെക്കാളിയും ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഫാക്ട് തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് പരിചയപ്പെടാനുള്ളത് രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോ പഞ്ചാബിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ടോട്ടലായിട്ട് 180 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 9 to 11 lakhs. അത് കഴിഞ്ഞ കൊല്ലം ഈ പറയുന്ന RML NLUവിനെക്കാളും കൂടുതലായിട്ടുള്ള പ്ലേസ്മെന്റുകളും കൂടുതലായിട്ടുള്ള ഓഫറിലായിട്ട് കൂടുതലായിട്ടുള്ള പാക്കേജസ് വന്നിരിക്കുന്നത് ഇവിടെയാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത്. നിർഫ് റാങ്കിങ്ങിൽ വ്യത്യസ്തമുണ്ട്. ഒന്ന് 20ഉം മറ്റൊരു 24ഉം ആണ്. ഇപ്പൊ ഈ പറയുന്ന ക്യാമ്പസ് 24ആണ് ഇതിന്റെ നിർഫിലെ പൊസിഷൻ എന്ന് പറയുന്നത്. എന്നാൽ പോലും പ്ലേസ്മെന്റ് കൂടുതലായിട്ടും നല്ല പാക്കേജും വന്നിരിക്കുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ് ഹാപ്പൻസ്, ഇത് അങ്ങനെയാണ് കോളേജസ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു. ടോപ്പ് 3 കോളേജസിന്റെ കാര്യം പറഞ്ഞു. അവിടെയും ഒരു കൊല്ലം അപ്പുറത്ത് ഒരു കൊല്ലം ഇപ്പുറത്ത് അതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതാണ് ഇവിടുത്തെ ഒരു ഫാക്ട് എന്ന് പറഞ്ഞാൽ. ഈ കോളേജുകൾക്കൊക്കെ ഇതിൻ്റെ അകത്ത് വേറെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇവരുടെ ലൈബ്രറീസ് ഒക്കെ വളരെ വലുതാണ്. ഇവർ നമുക്ക് തരുന്ന ആക്സസ് ടു സോഴ്സസ്, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവന്റുകളൊക്കെ വളരെ വലുതാണ്. ഇവിടെ നിന്നൊക്കെയുള്ള ഇന്റേൺഷിപ്പ്, നമ്മൾ പരിചയപ്പെട്ടുള്ള ക്യാമ്പസിലൊക്കെ ഇന്റേൺഷിപ്പ് ഒക്കെ വളരെ വലിയ സ്ഥലങ്ങളിലും വലിയ അക്കാഡമിക് സ്പിയറിലുമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പോരുക. അപ്പൊ ഇത്രയും ക്യാമ്പസുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ക്യാമ്പസുകളെ നമുക്ക് അടുത്ത ദിവസം പരിചയപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഡൽഹിയെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലാറ്റിന്റെ അടിയിലല്ല ഡൽഹിയുടെ അഡ്മിഷൻ നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഓരോ സെഗ്മെന്റ് ആയിട്ട് നമുക്ക് മറ്റു കോളേജസിനെ കൂടെ ഇനിയിപ്പോൾ ഒരു വീഡിയോയിലും കൂടെ ആയിട്ട് നമുക്ക് മറ്റു കോളേജസിനെ പരിചയപ്പെടുത്തി കോളേജിൽ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിലിവിടുത്തെ അഡ്മിഷൻസ്, ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഭയങ്കര ഫീ എന്നുള്ളതാണ് നിങ്ങൾ പിന്നെ കുറച്ച് പേര് പറഞ്ഞു പറ്റിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അത് ഈസിലി ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം മാത്രമാണ്. നമ്മൾ ഔട്ട് ഓഫ് ദ പോക്കറ്റ് അല്ല. ഇപ്പൊ ഇവിടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? ഇഷ്ടംപോലെ സ്കോളർഷിപ്പുകളാണ്. ലീഗൽ എയ്ഡ്സ്, ഇവിടെ ബ്രോഷറിൽ നിന്ന് തന്നെ ലീഗൽ എയ്ഡ്സിനുള്ള സംവിധാനം, ഫിനാൻഷ്യൽ എയ്ഡിനുള്ള സംവിധാനങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ലാണ്ട് ശരിക്കും
നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഒരു അടുത്തുള്ള ഒരു ബാങ്കിൽ പോയിട്ട്, സാറേ NLUവിൽ എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കിൽ പോയി ചോദിക്കുമ്പോൾ, വാ മോനെ ഇരിക്കുന്നും പറഞ്ഞിട്ട് കസേരയിൽ പിടിച്ചിരുത്തി നമ്മളോട് സംസാരിക്കും. അത് മറ്റൊരു എഞ്ചിനീയറിംഗ് നമ്മൾ എവിടെ വേറെ ഏത് കോളേജ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പല ഫിനാൻഷ്യൽ എയ്ഡ് തരാനും മടി കാണിക്കുന്നവർ ഇവിടെ മടി കാണിക്കില്ല. ഇതൊക്കെ ഫാക്ട്സ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഫാക്ട്സ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കുക, സത്യം മനസ്സിലാക്കുക, ട്രൈ ചെയ്യുക. ഒരു ചെലവുമില്ലാണ്ട് എക്സാം ഫീസ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. കാരണം കേരളത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്ലേസ് ആണ്. ഈ ലീഗൽ സ്ഫിയറിലൂടെ നമ്മൾ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അടുത്ത തലമുറയ്ക്ക് ഒക്കെ ഇങ്ങനെയൊക്കെ സംവിധാനങ്ങളുണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഒന്നാമത് തന്നെ കേരളത്തിൽ പലപ്പോഴും ലീഗൽ സ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അത്ര നല്ല പൊസിഷനിൽ കാണുന്നില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അപ്പോൾ ആ അറിവില്ലായ്മ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. അതിന് നിങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലേസ്ഡ് ആകണം. എന്നാലും നെക്സ്റ്റ് ഒരു 5 to 6 ഇയേഴ്സിൽ ലീഗലായിട്ടുള്ള സ്ഫിയറിന് മൊത്തത്തിലൊരു അന്തസ്സ് നമുക്ക് പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കുക, മര്യാദയ്ക്ക് പഠിക്കാൻ ശ്രമിക്കുക. കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യും, അവിടെ പഠിക്കുക. കൂടെ ഇത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരും. ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പരീക്ഷ എഴുതുക. ജൂലൈ 1 നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുന്നത്. താങ്ക് യു.